അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ഉപേക്ഷിച്ചത് വേറൊരു ആൾക്ക് വേണ്ടിയാണ്. അതായത് അയാളുടെ ജീവിതത്തിലേക്ക് വേറൊരു പേഴ്സൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുകയാണെങ്കിൽ, ഈ വ്യക്തി ആരുമായിട്ടാണോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്, ആ ഒരാൾ ഈ ഒരു പേഴ്സണായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് അല്ലെങ്കിൽ അയാളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം അവസാനിപ്പിക്കുക എന്നതിനൊക്കെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അത്രയ്ക്കും സങ്കടത്തിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം നശിച്ചു, എല്ലാം പോയി എന്നൊരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ജീവിതം നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് കൊണ്ട് തകർത്തിട്ട് അയാൾ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോയപ്പോൾ അയാൾക്ക് ആ സെയിം എഫക്റ്റ് തന്നെയാണ് അവിടെ നിന്നും തിരിച്ചടിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ഒക്കെ ഓർത്തിട്ട് അയാൾ ശരിക്കും വിഷമിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു വല്ലാത്തൊരു ഇമോഷണൽ ഒരു സ്റ്റേജിൽ കൂടിയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. ഈ ഒരു വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തകർന്ന് വല്ലാത്തൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ഒരു വ്യക്തി ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പേഴ്സണ് നിങ്ങളെ പറ്റിയുള്ള വിചാരങ്ങളും നിങ്ങളോട് കാണിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രമാണ് ദുഃഖം ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഓർത്തിട്ടാണ് മൊത്തത്തിൽ തകർന്നൊരവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ടൈമിൽ കൂടെ വരുന്നത് കൊണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രസൻസ് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള ആ ഒരു വില ഇപ്പോഴാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാസ്റ്റിലോട്ട് വന്ന് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് മെമ്മറീസും കാര്യങ്ങളും അതൊക്കെ ഓർത്ത് നിങ്ങളെയും വിഷമിപ്പിച്ചു, നിങ്ങളെയും ഇതേപോലത്തെ ഒരു സ്റ്റേജിൽ കൊണ്ടാക്കി എന്നൊക്കെ ഓർത്തൊക്കെ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. ആ വ്യക്തിയും ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയപ്പോഴാണ് മനസ്സിലാവുന്നത്, നിങ്ങളുടെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ആ ഒരു ആൾക്ക്. നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി തിരിച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ വളരെ നല്ലൊരു ജീവിതം മറ്റേ ആ ഒരു അപ്പോൾ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഭയങ്കര വലിയ ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് പോയിരുന്നത്. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ അവിടെ ചെന്നതിന് ശേഷം നിങ്ങളെ പോലത്തെ ഒരാളുമല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഭയങ്കര വലിയ അടി അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും ഭയങ്കര നല്ല രീതിയിലൊരു അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതായത് അയാൾ വിചാരിച്ചിരുന്നതിലും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നല്ലത്. അപ്പോൾ ഇവിടെ നല്ലതിനെ ഉപേക്ഷിച്ച് അവിടെ ചെന്ന് അവിടെയും ഇതിലും വലിയ ടോർച്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ